ആണ് ജോണ്ടൈസ്. എന്താണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്? ഈ ഹൈപ്പർ ബിലിറൂബിൻ, അതായത് 3 മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണെങ്കിലാണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. അത് രോഗമല്ല, രോഗലക്ഷണം മാത്രമാണ്. അത് എന്തൊക്കെയോ രോഗത്തിൻ്റെ സിംറ്റമാണ്, എത്രയോ രോഗത്തിൻ്റെ. ചിലത് ലിവറുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സൂക്കേടിൻ്റെ ലക്ഷണമാണ്. ഫോർ എക്സാമ്പിൾ ഹീം മെറ്റബോളിസം. ഞാൻ പറഞ്ഞത് ഹീം എന്നാണ് വരുന്നത്, ബ്ലഡ് സെല്ലിൽ നിന്നാണ് വരുന്നത്. ബ്ലഡ് സെല്ല് ചില ആൾക്കാർക്ക് പെട്ടെന്ന് നശിച്ചുകൊണ്ടിരിക്കും. അതൊരു തരം ഡിസീസാണ്. ആ ഡിസീസ് ഉള്ളവർക്ക് ബിലിറൂബിൻ എപ്പോഴും കൂടുതലായിരിക്കും. അതൊന്ന്. പിന്നെ സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞൊരു സൂക്കേടുണ്ട്, അതുള്ളവർക്ക് എപ്പോഴും ഈ ബിലിറൂബിൻ കൂടുതലായിരിക്കും. പിന്നെ സ്ഫിറോസൈറ്റോസിസ് എന്ന് പറഞ്ഞൊരു ജനറ്റിക് പ്രശ്നമുണ്ട്, അതായത് നമ്മുടെ ഈ റെഡ് ബ്ലഡ് സെല്ലിൻ്റെ തിക്നെസ് കുറയുന്നതാണ്. അത് ഉള്ളവർക്കും ഈ ഒരു എന്തുണ്ടാവും, ബിലിറൂബിൻ കൂടുതലായിരിക്കും. അതുപോലെ തലസീമിയ എന്ന് പറയുന്നത് നമ്മുടെ RBCയുടെ എണ്ണം അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ എണ്ണം കുറയുന്ന ഒരു സൂക്കേടാണ്. അഗെയിൻ ജനറ്റിക് ഇഷ്യൂ ആണ്. അതുണ്ടായാലും ഈ ബിലിറൂബിൻ്റെ അളവ് കൂടും. അങ്ങനെ കുറേ എണ്ണമുണ്ട്. പൈറുവേറ്റ് കൈനേസ് ഡെഫിഷ്യൻസി ഉണ്ടായാൽ, അല്ലെങ്കിൽ ഈ ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഡീഹൈഡ്രജനേസ് ഡെഫിഷ്യൻസി ഉണ്ടായാൽ എല്ലാം ബിലിറൂബിൻ കൂടും. അതൊന്നും നമ്മുടെ ലിവറുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒരു ഇതാണ്. ഇനി ലിവറിന് ബന്ധമുള്ള കുറച്ച് മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഒന്ന് ജോണ്ടിസ്, ഹെപ്പാറ്റിക് ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ ഹെപ്പാറ്റൈറ്റിസ് ഉണ്ട്. പിന്നെ മറ്റ് പലതുണ്ട്. ഹെപ്പാറ്റോടോക്സിസ് ഉണ്ട്, സിറോസിസ് വന്നാലുണ്ടാവും. ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ചില മരുന്ന് കഴിക്കുമ്പോൾ നമ്മൾക്കിത് കാണാം. ആൽക്കഹോളിക് ലിവർ, ഒരുപാട് ആൽക്കഹോൾ കഴിച്ചവർക്ക് ഇത് കൂടുതലായിരിക്കാം. ഗിൽബർട്ട് സിൻഡ്രം എന്ന് പറഞ്ഞ ഒരു 5% പോപ്പുലേഷനിൽ ഉണ്ടാകുന്ന ഒരു ഹെറിറ്ററി ഡിസീസാണ്. അങ്ങനെ കുറേ ഡിസീസുകൾ കൊണ്ട് ലിവർ റിലേറ്റഡ് ആയ ജോണ്ടീസും ഉണ്ടാവും. പിന്നെ ഇതൊന്നും അല്ലാതെ ഞാൻ പറഞ്ഞു ബെലിയറി ട്രാക്ക്, അതായത് പിത്തസഞ്ചിയിലേക്കാണ് പോകുന്നത്. പിത്തസഞ്ചിയിൽ നിന്ന് ചെറുകുടലിലേക്ക് പോകുന്നതിൽ എവിടേക്ക് ബ്ലോക്ക് ഉണ്ടായാൽ ഇത് പോവില്ല എന്ന് നമ്മുടെ ശരീരത്തിൽ തന്നെ കിടക്കും. ആ ശരീരത്തിൽ കിടക്കുമ്പോൾ നമ്മുടെ ബ്ലഡിൽ മഞ്ഞിപ്പ് കാണും. അപ്പോൾ അവിടെ ബ്ലോക്ക് ഉണ്ടായാൽ, ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺ ഉണ്ടായാൽ ആൾക്കാർക്ക് മഞ്ഞപ്പിത്തം കൂടും. അപ്പോൾ ഈ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് പലതും ലിവറുമായിട്ട് ബന്ധമില്ലാത്തതാണ്. ഈ ബന്ധമുള്ളതിൽ തന്നെ ഏതെല്ലാം ഡേഞ്ചർ. നമ്മൾ പേടിക്കേണ്ടത് ഹെപ്പാറ്റൈറ്റിസിനാണ് കൂടുതൽ. ഹെപ്പാറ്റൈറ്റിസ് എന്ന് പറയുന്നത് 5 എണ്ണം ഉണ്ട്. ഹെപ്പാറ്റൈറ്റിസ് A, B, C, D, E. ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയ B യും C യും ആണ്. ഏകദേശം 8,20,000 ആൾക്കാർ 2019 മരിച്ചിട്ടുണ്ട് B വെച്ചിട്ട്. C വെച്ചിട്ട് ഏകദേശം 2,90,000 ആൾക്കാർ മരിച്ചിട്ടുണ്ട്. ഇതിന് ഹെപ്പാറ്റൈറ്റിസ് സിക്ക് മാത്രം വാക്സിൻ ഇല്ല, മറ്റെല്ലാത്തിനും വാക്സിൻ ഉണ്ട്. നമുക്ക് വാക്സിൻ വെച്ച് പ്രതിരോധിക്കാം. ഇത് രണ്ടും, ഹെപ്പാറ്റൈറ്റിസ് എയും ഹെപ്പാറ്റൈറ്റിസ് സിയും ഒരു പ്രശ്നമില്ലാതെ ഒരു ഹെപ്പാറ്റൈറ്റിസ് ആണ്. എല്ലാം വൈറസ് ഡിസീസാണ്. അത് വന്നാൽ ഒരു ആഴ്ച കൊണ്ട് തനിയെ പോകും, അല്ലെങ്കിൽ 1-2 ആഴ്ച കൊണ്ട് തനിയെ തന്നെ സെൽഫ് ലിമിറ്റിംഗ് ആയി പോകും. നമ്മൾക്ക് ജലദോഷമൊക്കെ വരുന്നത് പോലെ ഇതൊക്കെയാണ്. അപ്പോൾ ഏറ്റവും പ്രശ്നമില്ലാത്തത് ഹെപ്പാറ്റൈറ്റിസ് എയും ഹെപ്പാറ്റൈറ്റിസ് ഇയും ആണ്. പ്രശ്നമുള്ളത് B യും C യും ആണ്. ബിക്ക് വാക്സിൻ ഉണ്ട്. ബിയിൽ തന്നെ എല്ലാം പ്രശ്നമില്ല, ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമാണ് പ്രശ്നമുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഡയഗ്നൈസ് ചെയ്യുന്നത് ഏതാണെന്ന് മനസ്സിലാക്കുന്നത് RT-PCR ടെസ്റ്റ് നടത്തിയിട്ടാണ്. RT-PCR ടെസ്റ്റ് നടത്തിയാൽ മാത്രമാണ് ഏത് ടൈപ്പാണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാത്തിനും ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിനില്ല. ഹെപ്പാറ്റൈറ്റിസ് ബിന് ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ല. ബാക്കി ഉള്ളതിനൊക്കെ ഇതിന് ട്രീറ്റ്മെൻറ്റ് ആവശ്യം. ദർ ഈസ് നോ സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് റിക്വയർഡ് ഫോർ ഹെപ്പാറ്റൈറ്റിസ് ആസ് ദ ഡിസീസ് യൂഷ്വലി സെൽഫ് ലിമിറ്റിംഗ്. അത് തനിയെ തന്നെ പോകുന്നൊരു സൂക്കേടാണ്. ഒന്നും ചെയ്യാനില്ല, ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമേ ഇല്ല എന്നാണ് പറയുന്നത്. ഇതാണ് ഇവിടെയും. ഹെപ്പാറ്റൈറ്റിസ് എ, നോ സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ്, ഓൾമോസ്റ്റ് എവരി വൺ റിക്കവേഴ്സ് ഫുള്ളി ഫ്രം ദിസ് ഡിസീസ്. എന്നിട്ട് ഇമ്മ്യൂണിറ്റി കിട്ടും നമ്മൾക്ക്. ഇതാണ് സ്ഥിതി. അപ്പോൾ ഇന്ത്യയിലുള്ള ഹെപ്പാറ്റൈറ്റിസ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ഹെപ്പാറ്റൈറ്റിസും എയും ഇയും ആണ്. എയും ഇയും ആണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഉള്ള ഹെപ്പാറ്റൈറ്റിസ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഗ്രാഫ്. ഡെത്താണ് പറയുന്നത്, ഡെത്ത് റേറ്റ്സ് ആണ്. 1,00,000 ആൾക്കാരിൽ എത്ര ആൾക്കാരാണ് ഹെപ്പാറ്റൈറ്റിസ് എയും ബിയും സിയും കൊണ്ട് മരിക്കുന്നതെന്ന്. ഈ കൺസിഡറബിളി ആരും ഇല്ലാത്തതുകൊണ്ട് അവർ പ്ലോട്ട് ചെയ്തിട്ടില്ല. ഇതിലൊരു ചെറിയൊരു മിസ്റ്റേക്ക്, ഈ കളർ കോഡ് മാറിപ്പോയിരിക്കുന്നു. ഹെപ്പാറ്റൈറ്റിസ് ബി വേണ്ടിടത്ത് ഈ മഞ്ഞ കളറും ഈ ഗ്രീൻ കളറും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിരിക്കുന്നു. ആ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവും 10 ലക്ഷത്തിൽ ഇവിടെ 34 വയസ്സ് വരെയുള്ള ആൾക്കാരിൽ ഒരാൾ പോലും മരിക്കാറില്ല. ഏത് വെച്ചിട്ട്? ഹെപ്പാറ്റൈറ്റിസ് എ വെച്ചിട്ട്. ബിയും സിയും വെച്ച് മരിക്കും. അതുപോലെ 35 മുതൽ 44 വയസ്സ് വരെയുള്ള ആൾക്ക് വന്നാലും 0 ആൾക്കാരെ 1,00,000 മരിക്കാറുള്ളൂ. ആരും മരിക്കാറില്ല. ഇനി 45 മുതൽ 50 വയസ്സ് കൂടുന്നവർ കുറച്ച് ഇമ്മ്യൂണിറ്റി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ.
0.03 ആൾക്കാർ, അതായത് 1 കോടിയിൽ 3 ആൾ മരിക്കും. അവർക്ക് വേറെ എന്തെങ്കിലും മറ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രം. ഇനി അതിലും വയസ്സ് കൂടുതലുള്ളവർക്ക് ഒരു 8 ആൾക്കാർ 1 കോടി ആൾക്കാരിൽ നിന്ന് മരിക്കും. അങ്ങനെയാണ് അതിൻ്റെ പോക്ക് ഈ ഹെപ്പാറ്റൈറ്റിസ് എ വെച്ചിട്ട്. അപ്പോൾ ഹെപ്പാറ്റൈറ്റിസ് എ ഒരു പ്രശ്നമില്ലാതെ ഇതാണ് ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ. എങ്ങനെയാണ് പല ഹെപ്പാറ്റൈറ്റിസും വേൾഡിൽ ഇങ്ങനെ പ്രിവാലൻ്റ് ആയിരിക്കുന്നത്. ഇത് ആദ്യത്തെ ഹെപ്പാറ്റൈറ്റിസ് എ. നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു പ്രശ്നമില്ലാത്ത ഹെപ്പാറ്റൈറ്റിസ് ആണ്. ഇന്ത്യ ഇവിടെയാണ്. ഇന്ത്യയിൽ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്, ഹൈലി പ്രിവാലൻറ്റ്. ഹെപ്പാറ്റൈറ്റിസ് എ ആയതുകൊണ്ട് മിക്കവാറും എല്ലാവർക്കും മഞ്ഞപ്പിത്തം വരും. ഇന്ത്യയിൽ നല്ലോണം ഉണ്ട്. ഇന്ത്യയിലും ആഫ്രിക്കയിലാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അത് വന്നാൽ പ്രശ്നമില്ല, അത് തനിയെ പോകുന്നതാണ്. അതാണ് ചന്തുകുട്ടിയേട്ടൻ ചന്തങ്ങിൻ്റെ ഇളനീരിൽ വെച്ച് ഫില്ലാന്തസിൻ്റെ ഉറുരി വെച്ച് മാറ്റിയ മഞ്ഞപ്പിത്തം. അടുത്തത് ഹെപ്പാറ്റൈറ്റിസ് ബി, വളരെ ഡേഞ്ചറസ് ആയതാണ്. ഇന്ത്യയിൽ വളരെ വീക്കാണ്. ആ കളർ കോഡിങ് കണ്ടാൽ അറിയാം. ലോ, <2%, ഒന്നുമില്ല. ഇതൊക്കെ കൂടുതൽ ആഫ്രിക്കയിലും ഇങ്ങനെയുള്ള ഈ സ്ഥലങ്ങളിലൊക്കെയാണ്. നമ്മൾക്ക് ഇവിടെ വളരെ വൈറ്റായി കാണുന്നു. ഹെപ്പാറ്റൈറ്റിസ് ബി ഇന്ത്യയിൽ വളരെ വിരളമായിട്ട് കാണുന്നതാണ്. അടുത്ത ഡേഞ്ചറസ് ആയാണ് ഹെപ്പാറ്റൈറ്റിസ് സി. ഹെപ്പാറ്റൈറ്റിസ് സി അഗെയിൻ ഇന്ത്യയിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇവിടേക്കാണ് വളരെ ഡെൻസ് ആയിട്ട് കാണുന്നത്. ആ കളർ കോഡിങ് കണ്ടാൽ മനസ്സിലാവും. ഇതാണ് അവരുടെ കളർ കോഡിങ് ഡെഫിനിഷൻ. ആക്ച്വലി ഇന്ത്യയിൽ ഹെപ്പാറ്റൈറ്റിസ് സിയും അത്ര പ്രശ്നമില്ല. ഹെപ്പാറ്റൈറ്റിസ് ഡി എന്ന് പറഞ്ഞാൽ ഹെപ്പാറ്റൈറ്റിസ് ബിയുടെ ഒരു സബ്സെക്ഷനാണ്. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഹെപ്പാറ്റൈറ്റിസ് ബി വന്നവർക്ക് മാത്രമേ ഹെപ്പാറ്റൈറ്റിസ് ഡി വരുള്ളൂ. 5% ഹെപ്പാറ്റൈറ്റിസ് ബി വന്നതിൽ 5% ആൾക്കാർക്ക് ഡിയും വരും. അത് രണ്ടും കൂടി വന്ന ഖതർനാക്ക് കോമ്പറ്റീഷനാണ്. അത് വളരെ ഡേഞ്ചറസ് കോമ്പറ്റീഷനാണ്. അപ്പോൾ വി ഡോണ്ട് നീഡ് ടു വറി അബൌട്ട് ദിസ്. അത് ഹെപ്പാറ്റൈറ്റിസ് ബിയുടെ സബ്സെക്ഷൻ മാത്രമാണ്. ഇനി അടുത്തത് ഹെപ്പാറ്റൈറ്റിസ് എ ഇ. ഇത് വളരെ കൂടുതലാണ് ഇന്ത്യയിലേക്ക്. ഇതും ഒരു പ്രശ്നമില്ലാത്ത ഹെപ്പാറ്റൈറ്റിസ് ആണ്. ഈ 2 പ്രശ്നമില്ലാത്ത ഹെപ്പാറ്റൈറ്റിസ് ആണ് ഇന്ത്യയിൽ വളരെ പ്രിവാലൻ്റ് ആയി കാണുന്നത്. ഏകദേശം എല്ലാ 90% ആൾക്കാർക്കും ഇത് അറ്റ് സം പോയിന്റ് ഓഫ് ടൈം ഹെപ്പാറ്റൈറ്റിസ് വരും, മഞ്ഞപ്പിത്തം വരും. അപ്പോൾ ആ മഞ്ഞപ്പിത്തമാണ് എന്ത് വെച്ച് മാറ്റുന്നത്? ഫില്ലാന്തസിൻ്റെ ഉറുരി, കീഴാർനെല്ലി വെച്ച് മാറ്റുന്നത്. അപ്പോൾ ആൾക്കാർ പറയും എൻ്റെ മഞ്ഞപ്പിത്തം മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ മഞ്ഞപ്പിത്തം മാറിയിട്ടുണ്ട്. ഇത് മാറാൻ ഒന്നും വേണ്ട, വീട്ടിലിരുന്നാൽ മാത്രം മതി, മറ്റൊന്നും വേണ്ട.